ഇന്ന് ഞാൻ വേൾഡ് ഓഫ് 4 zeros, 4 പൂജ്യങ്ങളുടെ ലോകം, ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മളുടെ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് നമ്മുടെ ഭൗതികമായ ജീവിതം, 2 ആധ്യാത്മികമായ ജീവിതം. ഈ ഭൗതികമായ ജീവിതത്തിൽ 3 കാര്യങ്ങൾ 0 ആകണം. അതാണ് വേൾഡ് ഓഫ് 3 zeros. ആധ്യാത്മികമായ ജീവിതത്തിൽ ഒരു കാര്യം 0 ആകണം. ഏതാണ് ഭൗതിക ജീവിതത്തിലെ 3 സീറോകൾ? 0 പോവർട്ടി, 0 അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് 0 വേസ്റ്റ്. ആധ്യാത്മിക ജീവിതത്തിൽ ഒരെണ്ണമാണ് 0 ആവേണ്ടത്, 0 സിൻ. ഇങ്ങനെ 4 സീറോകളാണ്. നമ്മുടെ ജീവിതം മുഴുവൻ നമ്മൾ സമഗ്രമായി ദർശിക്കുമ്പോൾ വി മസ്റ്റ് ഹാവ് 4 zeros. ഒരിക്കൽ കൂടി അവ പറയാം: 0 പോവർട്ടി, 0 അൺഎംപ്ലോയ്മെൻറ്റ്, 0 വേസ്റ്റ് ആൻഡ് 0 സിൻസ്. പാപമില്ലാത്തൊരു ജീവിതം. ആധ്യാത്മിക ജീവിതത്തിൽ 1 ഉള്ളൂ, മറ്റതിൽ 3 ഉണ്ട്. അതുകൊണ്ട് ഭൗതികമായ ജീവിതമാണ് കൂടുതൽ പ്രധാനപ്പെട്ടതെന്നൊന്നും ധരിക്കരുത്. രണ്ടും തുല്യമാണ്. 2 ജീവിതവും ഒപ്പത്തിനൊപ്പം കൊണ്ടുപോകേണ്ടതാണ്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ മുഴുവൻ വേൾഡിലെ മനുഷ്യനായി മാറാൻ പാടില്ല, മുഴുവൻ ആധ്യാത്മിക മനുഷ്യനാവാൻ പാടില്ല. ഒരു നല്ല ആധ്യാത്മിക മനുഷ്യൻ നല്ല വേൾഡിലെ മനുഷ്യനായിട്ടും ഇരിക്കും. അതാണ് എൻ്റെ ഒരു നിഗമനം. ഞാൻ 2 ആശയങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാം. ഒന്നാമത്തേത് 0 പോവർട്ടിയാണ്, ദാരിദ്ര്യം. ദാരിദ്ര്യം ഇന്ന് നമ്മൾ എങ്ങും കാണുന്നതാണ്. നമ്മുടെ ചുറ്റുപാടും നമ്മൾ ദാരിദ്ര്യം കാണുന്നുണ്ട്. പല മേഖലകളിൽ അറിവിൽ ദാരിദ്ര്യമുണ്ട്, ആരോഗ്യത്തിൽ ദാരിദ്ര്യമുണ്ട്, ഭക്ഷണകാര്യത്തിൽ ദാരിദ്ര്യമുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളിലും സോഷ്യൽ സ്റ്റാറ്റസിൽ ദാരിദ്ര്യമുള്ളവരുണ്ട്. ഇങ്ങനെയൊക്കെ പല മേഖലകളിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്. ഇത് എങ്ങനെയാണ് നമുക്ക് ഇല്ലാതാക്കാനായിട്ട് പറ്റുക? അതാണ് ഈ ലോകത്തിൽ വേണ്ടത്. സാമ്പത്തികമായ അസമത്വം ഇല്ലാതാക്കണം. അതിന് സോഷ്യലിസം പ്രഖ്യാപിച്ചാൽ മതിയോ? സോഷ്യലിസം പ്രാവർത്തികമാക്കാൻ നോക്കിയാൽ മതിയോ? പറ്റില്ല. നമ്മൾ പല രാജ്യങ്ങളിലും അതൊക്കെ പരീക്ഷിച്ച് പ്രായോഗികമല്ല എന്ന് കണ്ടെത്തിയതാണ്. നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിക്കോളൂ. ഈ ദാരിദ്ര്യം, സാമ്പത്തികമായ ദാരിദ്ര്യം നീങ്ങണമെങ്കിൽ ഷെയറിങ് എന്ന് പറയുന്ന ഒരു വലിയ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഉള്ളവൻ ഇല്ലാത്തവനുമായിട്ട് ഷെയർ ചെയ്യാം. സമ്പത്ത് ഉള്ളവൻ സമ്പത്ത് ഇല്ലാത്തവനുമായി ഷെയർ ചെയ്യാം. ആരോഗ്യമുള്ളവൻ ആരോഗ്യം ഇല്ലാത്തവനുമായി ഷെയർ ചെയ്യാം. അറിവുള്ളവൻ അറിവില്ലാത്തവനുമായി ഷെയർ ചെയ്യാം. ദ സോ കോൾഡ് സോഷ്യൽ സ്റ്റാറ്റസ്, അത് ഉയർന്ന കുലജാതർ, അവരൊക്കെ അങ്ങനെ അല്ലാത്തവരുമായി മിങ്കിൾ ചെയ്യുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് അവർ സാമൂഹ്യമായ വ്യവസ്ഥിതിയിൽ ഉയർന്നു വരും. അവരെ തൊട്ടുകൂടാത്തവരും ഒക്കെ ആയിട്ട് മാറ്റി നിർത്തുമ്പോൾ അവർ ഉയർന്നു വരുന്നില്ല. നമുക്കുള്ളത് ഇല്ലാത്തവരുമായി ഷെയർ ചെയ്യുമ്പോൾ എല്ലാ വിധത്തിലുള്ള ദാരിദ്ര്യവും പോവർട്ടിയും ഇല്ലാതാകും. 0 പോവർട്ടി വരും. ഇതിന് എവിടെയാണ് മാറ്റം ഉണ്ടാകേണ്ടത്? അത് മനുഷ്യൻ്റെ മനസ്സിലാണ് മാറ്റം ഉണ്ടാകേണ്ടത്. യേശു യഹൂദരെ മാത്രമല്ലല്ലോ സ്നേഹിച്ചത്, സമരിയാക്കാരെയൊക്കെ സ്നേഹിച്ചില്ലേ? എല്ലാവരോടും ഒരുപോലെ പെരുമാറിയില്ലേ? യേശു ഉന്നത കുലജാതനായിട്ടും
എല്ലാവരെയും ഒരുപോലെ കൂടെ കൂട്ടിക്കൊണ്ട് നടന്നു. സമ്പത്ത് സ്വന്തമായി കൈയടക്കാനായിട്ട് ശ്രമിച്ചില്ല. ആദിമ ക്രിസ്ത്യാനികൾ സ്വന്തം സ്വത്ത് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുന്നതിന് ഒരുമിച്ച് കൂട്ടിയിരുന്നു. യേശുവിൻ്റെ പഠന രീതി ഈ ലോകത്തിൽ പോവർട്ടി ഇല്ലാതാക്കും. ഇതാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. യേശു പഠിപ്പിച്ചതുപോലെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അവിടെ പോവർട്ടി ഇല്ലാതാവും. അത് നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമത്തെ ഇത് അൺഎംപ്ലോയ്മെൻ്റാണ്. 0 അൺഎംപ്ലോയ്മെൻറ്റ്. ഇന്ന് ജോലിയില്ലാത്തവരായിട്ട് ഒരുപാട് പേരുണ്ട്. ജോലി 3 തരം ജോലികളാണ്. ഒന്ന്, ഗവൺമെൻറ് ശമ്പളം കൊടുക്കുന്ന ജോലി. 2, പ്രൈവറ്റ് പാർട്ടീസ് ശമ്പളം കൊടുക്കുന്ന ജോലി. ഇത് രണ്ടുമാണ് നമ്മൾ ജോലിയായിട്ട് കണക്കാക്കുന്നത്. ഒരു കൂലിക്കാരൻ ജോലി ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് പാർട്ടി കൊടുക്കുന്നത് അല്ലെങ്കിൽ ഗവൺമെൻറ് കൊടുക്കുന്നതാണ്. അവർക്കൊക്കെ ജോലിയുള്ളവർ തന്നെയാണ്. ഇനി ജോലി ഇല്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? സാധാരണ നിലയിൽ ഒരു കൂലിപ്പണിക്ക് പോകാൻ പറ്റാത്തവർ, ഒരു ആഫീസിൽ ജോലി കിട്ടാൻ വേണ്ടത്ര പഠിപ്പില്ലാത്തവർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. അവർ മിക്കവാറും അലസരായി കഴിഞ്ഞുകൂടുകയാണ് ചെയ്യുന്നത്. അവർ ജോലിയില്ലാത്തവരാണ്. അതുമല്ലെങ്കിൽ തക്കതായ ജോലി കിട്ടാത്തത് കൊണ്ട് ജോലിയില്ലാത്തവരായിട്ട് നടക്കുന്നവരുണ്ടാവാം. അവർക്കൊക്കെ ഒരു എംപ്ലോയ്മെൻ്റ് ഉണ്ട്. അതിൻ്റെ പേരാണ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്. ഗവൺമെൻറ് എംപ്ലോയ്മെൻറ്റ്, പ്രൈവറ്റ് എംപ്ലോയ്മെൻറ്റ്, സെൽഫ് എംപ്ലോയ്മെൻറ്റ്. ആർക്കും ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് നമുക്ക് നടത്താം. ആർക്ക് വേണമെങ്കിലും. ഒരാളുടെ കീഴിൽ കൂലിപ്പണി എടുക്കുന്നത് മോശമായി കണക്കാക്കുന്ന ഒരു വ്യക്തിക്ക് സ്വന്തം വീട്ടിൽ ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്തെല്ലാം സാധ്യതകളാണ് നമ്മുടെ മുന്നിൽ തുറന്നു കിടക്കുന്നത്. സെൽഫ് എംപ്ലോയ്മെൻറ്റ്. സെൽഫ് എംപ്ലോയ്മെൻറ്റിനാണ് ഏറ്റവും അധികം ഓപ്പർച്യൂണിറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് തുടങ്ങി ഒരു പെട്ടിക്കട തന്നെയാണെന്ന് വിചാരിച്ചോളൂ. നമ്മൾ ആരുടെയും കീഴിലല്ല. സ്വന്തമായി ഒരു ബിസിനസ് നമ്മൾ തുടങ്ങുന്ന ഒരു പെട്ടിക്കട. അങ്ങനെ ആ പെട്ടിക്കട തുടങ്ങി അവിടെ നല്ല സർവീസ് നമ്മൾ നടത്തുമ്പോൾ കൂടുതൽ ആളുകൾ ആവശ്യക്കാരായി വരും. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഒരാൾക്ക് കൂടി വേണമെങ്കിൽ ആ സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാമിൽ അംഗമാകാൻ കഴിയും. വീട്ടിൽ അതിനെപ്പറ്റി ആൾക്കാരില്ല എങ്കിൽ നമുക്ക് പുറമേ നിന്ന് ആൾക്ക് ആ ഓപ്പർച്യൂണിറ്റി, അവസരം കൊടുക്കാൻ പറ്റും. അങ്ങനെ വലുതായി വരാനായിട്ട് അത് വലുതായി വരുമ്പോൾ ധാരാളം പേരെ ജോലിക്ക് ഏർപ്പാട് ചെയ്യുന്ന ഒരു വ്യക്തിയായി അയാൾ മാറും. അപ്പോൾ മോഡേൺ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹം ഒരു എൻ്റർപ്രണറായി മാറും. എത്രയോ അനുഭവങ്ങളാണ് നമ്മൾ ഈ ലോകത്തിൽ കാണുന്നത്. അങ്ങനെ ചെറിയ ഒരു സംഭവമായിട്ട് തുടങ്ങി വലുതായി വന്ന എത്രയോ ആൾക്കാരാണ് ഉള്ളത്. അപ്പോൾ സീറോ അൺഎംപ്ലോയ്മെൻറ്റ് അത് വെറും സ്വപ്നം മാത്രമല്ല, അത് നടപ്പാക്കാൻ കഴിയുന്ന ഒന്നാണ്. നമുക്കൊരു മനസ്സുണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ധൈര്യമുള്ള മനസ്സ്, കഠിനാധ്വാനം ചെയ്യാനായിട്ട് എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറുള്ളൊരു മനസ്സ് ഉണ്ടെങ്കിൽ നമുക്കൊരു സ്വയം തൊഴിലിൽ ഏർപ്പെടാൻ പറ്റും. അതിന് ലിമിറ്റേഷനില്ല. ഗവൺമെൻറ് എംപ്ലോയ്മെൻറ്റിന് ലിമിറ്റേഷനുണ്ട്. പ്രൈവറ്റ് കമ്പനികളുടെ എംപ്ലോയ്മെൻറ്റിന് ലിമിറ്റേഷനുണ്ട്. എന്നാൽ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് ഒരു ലിമിറ്റേഷനുമില്ല. നമുക്ക് ജീവിക്കാനുള്ള മാർഗം മിക്കവാറും കിട്ടും.
ചിലപ്പോൾ തുടക്കത്തിൽ ഒരു ചെറിയ സെറ്റ് ബാക്ക് ഉണ്ടായെന്ന് വരാം, പുറന്തള്ളപ്പെട്ടു പോയി എന്ന് വരാം. അപ്പോഴൊക്കെ പിടിച്ചു നിൽക്കാനുള്ള ആ മനക്കരുത്ത് കുറച്ചു കാലം പിടിച്ചു നിന്നാൽ തീർച്ചയായിട്ടും അത് വിജയത്തിലെത്തും. ഞാനതിന് കാണുന്ന ഒരു ഉദാഹരണം ഇതാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ 10, 20, 25, 30 കൊല്ലം പിടിച്ചു നിന്നാൽ മിക്കവാറും ഒരു മന്ത്രിയൊക്കെ ആയിട്ട് മാറും. ചിലപ്പോൾ ആ പാർട്ടിയിൽ 2 ആളോ 3 ആളൊക്കെ ഉണ്ടാവുള്ളൂ. എന്നാലും അത് പിടിച്ചു നിൽക്കുക, പെർസിവിയറൻസ് എന്ന് പറയും. അതൊരു ഇംഗ്ലീഷിലെ ഏറ്റവും വിലപ്പെട്ട വാക്കുകളിൽ ഒന്നാണ് പെർസിവിയറൻസ് എന്ന് പറയുന്നത്. സ്ഥിരോത്സാഹം, അതിന് നിൽക്കുക, ക്വിറ്റ് ചെയ്യാതെ. യേശു പറഞ്ഞൊരു വാചകം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഞാൻ ഒരുപാട് കുട്ടികളെ ആ വാചകം ഉപയോഗിച്ച് മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഹീ ഹൂ ഫൈറ്റ്സ് ടിൽ ദ ലാസ്റ്റ് വിൽ വിൻ. അവസാനം വരെ. ഒരു പ്രൈവറ്റ് കമ്പനിയിലോ ഗവൺമെൻറ് കമ്പനിയിലോ ജോലിയാണെങ്കിൽ മിക്കവാറും നിങ്ങളെ പിടിച്ചു നിർത്താൻ വേണ്ടതായ കഷ്ടപ്പാട് മുഴുവൻ അതിൻ്റെ ആ എൻ്റർപ്രണറാണ് അത് ചെയ്യുക. ഇവിടെയോ പിടിച്ചു നിൽക്കാൻ നിങ്ങൾ തന്നെ പരിശ്രമിക്കണം. കുറച്ച് കാലം പിടിച്ചു നിന്നാൽ എ ടൈം വിൽ കം വെൻ ലക്ക് വിൽ ഫേവർ യു. ഭാഗ്യം നിങ്ങളെ കടാക്ഷിക്കുന്ന ഒരു സമയം വരും. അത് വരുന്നത് വരെ പിടിച്ചു നിൽക്കുക. ആ വാചകം ഒന്നും കൂടി എവിടെയെങ്കിലുമൊക്കെ എഴുതിയിടുക. എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു സിസ്റ്റർ റോമിൽ നിന്ന് പഠിക്കാനായിട്ട് വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എത്ര കൊല്ലം, 10ാം ക്ലാസ് കഴിഞ്ഞ് എത്ര കൊല്ലമായി? മലയാളിയാണ് കേട്ടോ. റോമിലെ 12 കൊല്ലമായിട്ട് സിസ്റ്ററായി 4 കൊല്ലം, അത് കഴിഞ്ഞ് റോമിൽ പോയി അവിടെ 12 കൊല്ലം ഡിസ്കണ്ടിന്യൂ ചെയ്ത സിസ്റ്ററാണ്. അങ്ങനെ ഒരു ദിവസം ക്ലാസ്സിലെടുക്കുന്നത് ഒന്നും മനസ്സിലാവണില്ല എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നു. 12 കൊല്ലം ഡിസ്കണ്ടിന്യൂ ചെയ്ത ആൾക്ക് എന്ത് മനസ്സിലാവാനാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിന്ന് ഉച്ചതിരിഞ്ഞ് ക്ലാസ്സിൽ വരുന്നുണ്ടല്ലോ, അപ്പോൾ ഞാൻ സംസാരിക്കാം. ആ ക്ലാസ്സിനോട് മുഴുവനായിട്ട് ഞാനിങ്ങനെ പറഞ്ഞു. യേശുവിൻ്റെ ഈ തിരുവചനമൊക്കെ പറഞ്ഞു. ഹീ ഹൂ ഫൈറ്റ്സ് ടിൽ ദ ലാസ്റ്റ് വിൽ വിൻ എന്നൊക്കെയുള്ള ആ തിരുവചനമൊക്കെ പറഞ്ഞു. പിന്നെ സിസ്റ്റർ കണ്ടിന്യൂ ചെയ്തു, ക്ലാസ്സൊക്കെ കണ്ടിന്യൂ ചെയ്തു. അപ്പോഴൊന്നും എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ലായിരുന്നു. സിസ്റ്റർ പോയിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിസ്റ്റർക്ക് ഒരു മുറിയുണ്ട്. ഒരു തൊട്ടടുത്തൊരു കോൺവെൻറ്റിലാണ് അവർ താമസിച്ചിരുന്നത്. ആ മുറിയുടെ 4 ചുമരുകളും സിസ്റ്റർ ഈ വാചകം എഴുതിയിട്ടു. ഹീ ഹൂ ഫൈറ്റ്സ് ടിൽ ദ ലാസ്റ്റ് വിൽ വിൻ എന്ന് എഴുതിയിട്ടു. അതുകൊണ്ട് പഠിക്കാനിരിക്കുമ്പോഴും ഒക്കെ ഇത് കാണുകയാണ്. പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് അതങ്ങനെ ആ സിസ്റ്ററിന് അത് കിട്ടി. ഓരോ പ്രാവശ്യവും ഇത് കാണുമ്പോൾ ഒരു പോസിറ്റീവ് ഇൻപുട്ട് ആ സിസ്റ്ററിലേക്ക് പോവുകയാണ്. ഇതൊന്നും ഞാൻ അറിയുന്നത് അപ്പോഴല്ല. അങ്ങനെ അവർ സെൻറ്റ് ജോൺസിൽ, അന്ന് സെൻറ്റ് ജോൺസിൽ മാത്രമേ അവർക്ക് ഒരു ഓപ്പനിങ് ഉള്ളൂ. സെൻറ്റ് ജോൺസിൽ റിട്ടൺ എക്സാമിനേഷൻ എഴുതി പാസ്സായി. ഇൻ്റർവ്യൂവിന് ചെന്ന് അപ്പോൾ അവർ പലരും പറഞ്ഞു, ഇത്രയും കൊല്ലം പഴക്കൊക്കെ പഠിക്കാൻ കാണുന്നതല്ലേ, കിട്ടുമൊന്നുമില്ല. പക്ഷേ അവർക്ക് കിട്ടി. അവിടെയൊക്കെ എന്ന് വെച്ചാൽ കിട്ടിയാൽ അന്ന് തന്നെ ജോയിൻ ചെയ്യണം. അങ്ങനെ ജോയിൻ ചെയ്തു. കുറച്ച് നാൾ കഴിഞ്ഞ് സിസ്റ്റർ ഒരു വെക്കേഷൻ കിട്ടിയപ്പോൾ എന്നെ കാണാൻ വന്നു. അപ്പോൾ ഞാൻ അവിടെ ഇല്ലാത്ത അവസരമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കാമെന്ന് വിചാരിച്ച് ഒരു എഴുത്തും കൂടി എഴുതിയിട്ടാണ് വന്നത്. സിസ്റ്റർ വിചാരിച്ചതുപോലെ തന്നെ സിസ്റ്റർ വരുമ്പോൾ ഞാൻ അവിടെ ഇല്ല. ഒരു പുസ്തകവും ഈ എഴുത്തും കൂടി തന്നു. പുസ്തകം ഞാൻ തുറന്നു നോക്കി. ബൈബിളിലെ ജോഷുവ എന്ന് പറയുന്ന ആ പ്രവാചകൻ്റെ പുസ്തകമാണ്. ഹെഡിങ് തന്നെ ജോഷുവ എന്നാണ്. ജോഷുവയെ പറ്റിയുള്ളൊരു പഠനമാണ് അതും ഈ എഴുത്തും. അപ്പോൾ ആ എഴുത്തിലാണ് ഇതൊക്കെ എഴുതി വച്ചിരിക്കുന്നത്. ഇങ്ങനെ ഹീ ഹൂ ഫൈറ്റ്സ് ടിൽ ദ ലാസ്റ്റ് വിൽ വിൻ എന്നുള്ളത് എഴുതി വച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്വയം ബിസിനസ് തുടങ്ങുമ്പോൾ ചിലപ്പോൾ അതിന് ലീൻ ഇയേഴ്സ് ഉണ്ടാവും.
അത് നഷ്ടകാലം കഷ്ടകാലം രണ്ട് വേണമെങ്കിൽ പറയാം. നഷ്ടകാലവും കഷ്ടകാലവും ഒക്കെ ഉണ്ടാവും നമ്മൾ തുടങ്ങുന്ന ബിസിനസ്സിൽ. അപ്പോൾ അതിനെ പിടിച്ചു നിൽക്കാനായിട്ട് കരുത്തുണ്ടാവണം. അങ്ങനെ ടൈം വിൽ കം. ഒരിക്കലും ഒന്നും ഏറ്റവും അടിയിൽ തന്നെ കിടക്കില്ല, ഒരിക്കലും ഒന്നും ടോപ്പിൽ കിടക്കുകയില്ല. ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അതിനൊരു അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്. അപ്പ് ആൻഡ് ഡൗൺ. നിങ്ങളൊരു ഊഞ്ഞാൽ നോക്കിയാൽ ആ ഊഞ്ഞാൽ കുറേ ഉയരത്തിൽ പോകും, അത് കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് വരും, താഴോട്ട്. താഴെ അത് നിൽക്കുന്നില്ലല്ലോ, ഓപ്പോസിറ്റ് പോയി തന്നെ ആണ്. ഒരു പെൻഡുലമാണ്. ഒരു കവി അങ്ങനെ ഒരു സിനിമാ പാട്ട് പാടിയുണ്ടല്ലോ, ബിന്ദുവിൽ നിന്ന് ബിന്ദുവിലേക്കൊരു പെൻഡുലം ആടുന്നു എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതമൊക്കെ അങ്ങനെയാണ്, അപ്സ് ആൻഡ് ഡൗൺസ്. ആധ്യാത്മിക ജീവിതത്തിൽ പോലും അതുണ്ട്. നല്ല ബ്രൈറ്റായിട്ടുള്ള ആധ്യാത്മിക ജീവിതം നയിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാവും. ഒരുപാട് പരീക്ഷണങ്ങളുടെയും ടെംപ്റ്റേഷൻസിൻ്റെയും ഒക്കെ കാലഘട്ടം ഉണ്ടാവും. എന്തിന് യേശുവിന് പോലും ഉണ്ടായില്ലേ? യേശു 3 പേരും കൂടി കൊണ്ടുപോയല്ലോ. മഹത്വത്തിൻ്റെ ദർശനം അവർക്ക് കിട്ടി. പിശാച് പരീക്ഷിച്ച അവസരവും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെ ജീവിതത്തിലും ഈ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അപ്പോൾ സ്വയമായി ഒരു എംപ്ലോയ്മെൻറ്റ് ഏറ്റെടുക്കാൻ നമ്മൾ തുനിയുന്നു എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. അപ്സ് ഉണ്ടാകുമ്പോൾ ക്യാമ്പായി, അപ്പോൾ മതി മറക്കരുത്. അതേ സമയത്ത് ഡൗൺസ് ഉണ്ടാകുമ്പോൾ നിരാശരാവുകയും ചെയ്യരുത്, പിടിച്ചു നിൽക്കണം. കുറച്ച് നാൾ പിടിച്ചു നിന്നാൽ അത് നേരെയായി വരും. അനുകൂലമായ കാലാവസ്ഥ വരും. പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് വരുന്നത്, ഒരു ചെടി വേനൽക്കാലത്ത് അതിൻ്റെ ഒന്നും കാണുന്നുണ്ടാവില്ല, മോൾ ഭാഗമൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ടാവും. പക്ഷേ അതവിടെ കിടക്കുന്നുണ്ട്, മണ്ണിൽ കിടക്കുന്നുണ്ട്. അത് മഴ പെയ്യുമ്പോൾ, അനുകൂലമായ കാലാവസ്ഥ ഉണ്ടാകുമ്പോൾ അത് പൊട്ടിച്ചനച്ച് വരുന്നത് നമ്മൾ കാണുന്നു. നമ്മുടെ പറമ്പൊക്കെ നോക്കിയാൽ ഇപ്പം നിറയെ പുല്ല. നിങ്ങൾ മകരം കുംഭം മാസത്തിലൊക്കെ നോക്കുക, അതിന് ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു പുൽനാമ്പ് പോലും ഉണ്ടായിരുന്നില്ല. അപ്പം അതൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അതിനൊരു അനുകൂലമായ കാലാവസ്ഥ വരും. ഒരാളും നിരാശരായി ഒരു കാര്യം ഉപേക്ഷിച്ച് കളയരുത്. വേറൊന്നിലേക്ക് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം, വിരോധമല്ല, പക്ഷേ ഉപേക്ഷിച്ച് കളയരുത്. അനുകൂലമായൊരു കാലാവസ്ഥ വരുമ്പോൾ നമുക്കൊക്കെ ഉയർന്നു വരാനായിട്ട് കഴിയും. മൂന്നാമത്തേത് സീറോ വേസ്റ്റാണ്. വേസ്റ്റ് എന്ന് പറയുന്നത് വലിയ ഒരു മാരകമായ ഒന്നാണ്. കാരണം വേസ്റ്റിലാണ് ഈ രോഗാണുക്കളൊക്കെ വളരുന്നത്. 2 തരത്തിലാണ് വേസ്റ്റ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഒന്ന്, അതൊരുപാട് രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നു, ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നു. എല്ലാത്തരം ബാക്ടീരിയയും വൈറസും ക്ഷുദ്രജീവികളും ഒക്കെ വളരുന്നത് ആ വേസ്റ്റിലാണ്. രണ്ടാമതൊന്ന്, വേസ്റ്റ് കൂടുന്നത് കൊണ്ട് നമുക്ക് നഷ്ടം സംഭവിക്കുന്നു. ഒരു പ്രോസസ്സിൽ വേസ്റ്റ് കൂടുതലാണെങ്കിൽ നമുക്ക് നഷ്ടം സംഭവിക്കുന്നു. ഒന്ന്, ഒരു ഭാഗത്ത് നഷ്ടം സംഭവിക്കുന്നു. 2, രോഗങ്ങൾ പടരാൻ ഇടയാകുന്നു. അതുകൊണ്ട് വേസ്റ്റ് കുറച്ചേ മതിയാകും. വേസ്റ്റ് കുറയ്ക്കുന്നതിന് എൻ്റെ മനസ്സിലുള്ള ഒന്നാമത്തെ വഴി കൺസംഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്. കൺസംഷൻ കുറയ്ക്കുമ്പോൾ വേസ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കുറയും. സീറോ കൺസംഷൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് സീറോ വേസ്റ്റും പറ്റില്ല. പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ സീറോ വേസ്റ്റ് പറ്റില്ല. ഇന്നും കൺസംഷൻ നടക്കുന്നിടത്തൊക്കെ വേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ പിന്നെ എന്താണ് സീറോ വേസ്റ്റിലേക്ക് പോകാനുള്ള മാർഗം? സീറോ വേസ്റ്റിലേക്ക് പോകാനുള്ള മാർഗം റീസൈക്ലിംഗ് ആണ്. വേസ്റ്റ് വീണ്ടും റീസൈക്കിൾ ചെയ്ത് ഉപയോഗപ്രദമായൊരു വസ്തുവാക്കി മാറ്റുക. അതുപയോഗിക്കുമ്പോൾ വീണ്ടും വേസ്റ്റ് ഉണ്ടാവും, അതും റീസൈക്കിൾ ചെയ്യാൻ പറ്റണം. അങ്ങനെയാണ്. അങ്ങനെ റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നു. ആ വസ്തു നമ്മൾ എന്തു ചെയ്യും? ആ വസ്തു അത് പിന്നെ അവസാനം വേസ്റ്റായിട്ട് നിൽക്കില്ലേ? അപ്പോൾ സീറോ വേസ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്വപ്നം മാത്രമല്ലേ? അല്ല.
ആ അവസാനം കൺവെർട്ട് ചെയ്യാൻ പറ്റാത്ത വേസ്റ്റ് വരുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപകാരപ്രദമായ ഒന്നുണ്ടാക്കാം. ഉദാഹരണത്തിന് ഒരു റോഡ് പണിയാനായിട്ട് ഉപയോഗിക്കാം. ആ റോഡിൻ്റെ അടിയിൽ അത് ഇട്ട് നികത്തുന്നു. എത്രയോ സ്ഥലങ്ങളിൽ ഈ വേസ്റ്റ് ഉപയോഗിച്ച് റോഡ് നിർമ്മിക്കുന്നു. അപ്പോൾ സീറോ വേസ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്വപ്നം മാത്രമല്ല, അത് വാസ്തവത്തിൽ പ്രായോഗികമായ ഒന്നാണ്. നമ്മൾ പക്ഷേ അതൊന്നും ചെയ്യുന്നില്ല. നമ്മൾ വേസ്റ്റൊക്കെ വലിച്ചെറിയാണ് ചെയ്യുന്നത്. വേസ്റ്റ് വലിച്ചെറിയാതെ തരംതിരിച്ച് അത് വിൽക്കാൻ പറ്റും. നമുക്ക് തരംതിരിച്ച് വിൽക്കാനായിട്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ സ്കൂളിൽ കുട്ടികളെ കൊണ്ട് ഈ സീറോ വേസ്റ്റിലേക്ക് ഒരു പ്രയാണം നടത്തി. ഗ്രൗണ്ടിലും ക്ലാസ് മുറികളിലും മുറ്റത്തും ഒക്കെ കിടക്കുന്ന വേസ്റ്റുകൾ പറക്കി തരംതിരിച്ചു. ഒരു ലോറി വേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ 2 കാര്യങ്ങളാണ് അവിടെ ചെയ്തത്. ഒന്ന്, പരിസരം വൃത്തിയായി. 2, കുട്ടികൾക്ക് സീറോ വേസ്റ്റ് കുറയ്ക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു അവബോധമുണ്ടായി. ചെറിയ ഒരു സംഖ്യ അത് വിൽക്കുമ്പോൾ കിട്ടുകയും ചെയ്യും. 3 ഗുണങ്ങളാണ്. എല്ലാവരും അതിലേക്ക് ഊന്നൽ കൊടുത്ത് സീറോ വേസ്റ്റ്, നല്ല ആരോഗ്യമുള്ള ഒരു ജനത വളർന്നു വരണമെങ്കിൽ, ഒരു ലൊക്കാലിറ്റിയിൽ വളർന്നു വരണമെങ്കിൽ അവിടെ സീറോ വേസ്റ്റ് ഉണ്ടാവണം. 4-ാമത്തേത് ആധ്യാത്മിക മേഖലയിലേക്കാണ്. ആധ്യാത്മിക മേഖലയിലെ ഒരു സീറോ സിൻ. എപ്പോഴാണ് സീറോ സിൻ ഉണ്ടാകുക? നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാം, നമ്മൾ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ. അപ്പോൾ സീറോ സിന്നാണ്. ദൈവത്തിൻ്റെയും രാജ്യത്തിൻ്റെയും നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ. 2 നിയമങ്ങളും വരുമ്പോൾ എന്താ ചെയ്യുക എന്നുള്ളതാണ്. മിക്കവാറും രാജ്യത്തിൻ്റെ നിയമങ്ങൾ ദൈവത്തിൻ്റെ നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് തന്നെയാണ്. അതുകൊണ്ട് നമുക്കൊരു പ്രയാസം വരില്ല. അങ്ങനെ ദൈവ നിയമത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ സിന്നുണ്ടാവില്ല, പാപം ഉണ്ടാവില്ല. പാപം 2 ദ്രോഹമാണ് ചെയ്യുന്നത്. ഒന്ന്, പാപം ചെയ്യുന്ന വ്യക്തിയെ ദ്രോഹിക്കുന്നു, അവൻ്റെ ആത്മാവിനെ ദ്രോഹിക്കുന്നു. 2, മറ്റു മനുഷ്യരെ ശരീരത്തെയും ആത്മാവിനെയും മനസ്സിനെയും ഒക്കെ ദ്രോഹിക്കുന്നു. ഇത് സിൻ എന്ന് പറയുന്നത് വളരെ ഏറെ അപകടകാരിയായിട്ടുള്ളതാണ്. അത് ശരീരത്തിനെയും മനസ്സിനെയും ആത്മാവിനെയും ഒരുപോലെ ദ്രോഹിക്കുന്ന ഒന്നാണ്. സിന്നിൽ നിന്ന് മോചനം കിട്ടാൻ എന്താ വേണ്ടേ? ഒറ്റ കാര്യം, യേശു പറഞ്ഞത്രേ ഉള്ളൂ, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. യു വിൽ ബി ഫ്രീ ഫ്രം ഓൾ സോർട്ട്സ് ഓഫ് സിൻ. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. നീ ആദ്യം നിന്നെ സ്നേഹിക്കണം. നിന്നെ സ്നേഹിക്കുന്ന മാനദണ്ഡം എന്താണോ ആ മാനദണ്ഡം അനുസരിച്ച് നീ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. നിൻ്റെ അയൽക്കാരൻ ആരാണ്? നിൻ്റെ സർവീസ് ആവശ്യമുള്ളവനാണ് നിൻ്റെ അയൽക്കാരൻ. സ്നേഹിക്കുക എന്ന് പറയുന്നതിൽ അടങ്ങിയിരിക്കുന്നത് 2 പ്രക്രിയകളാണ്. ഒന്ന്, നിന്നിൽ ദൈവം നിക്ഷേപിച്ചിട്ടുള്ള ഒരുപാട് കഴിവുകളെ നീ വളർത്തിയെടുക്കുന്നു. 2, നിനക്ക് ദ്രോഹം ചെയ്യുന്ന ഒന്നും നീ ചെയ്യുന്നില്ല. ഇതുപോലെ തന്നെ ദൈവം മറ്റു മനുഷ്യരിൽ നിക്ഷേപിച്ചിട്ടുള്ള കഴിവുകളെ നീ അവരെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ നീ അവരെ സ്നേഹിക്കുന്നു. അവർക്ക് ഒരു ദ്രോഹവും നീ ചെയ്യുന്നില്ല. അപ്പോൾ നീ അവരെ സ്നേഹിക്കുന്നു. ദൈവം നമ്മളെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു.